ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. നോമ്പിനൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പൊടി ചേർത്തൊടുത്ത് ഒന്ന് കുഴച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഈ ഒരു സമയത്ത് മൈദ ആവശ്യമാണെങ്കിൽ കുറച്ച് ഇട്ടെടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലെവലാക്കി എടുക്കാം കേട്ടോ. ചപ്പാത്തീൻ്റെ ഒരു മാവ് പോലെ തിക്കായിട്ട് കുഴച്ചെടുക്കണ്ട, കുറച്ച് ലൂസായിട്ടുള്ള പാകത്തിൽ കുഴച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം ഞാൻ ഈ എടുത്ത അളവ് കറക്റ്റാണ്, മൈദ ഇടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇതുപോലെ ഒന്ന് കുഴച്ച് മേലയിൽ കുറച്ച് ഓയിലും കൂടി ആക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ഫില്ലിങ് വെക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനിൽ തന്നെ ഉപ്പ്, മുളക് പൊടി, ഗാർലിക് പൗഡറും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് സോയ സോസും ചേർത്ത് കൊടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഈ ഒരു രീതിയിൽ തന്നെ മാരിനേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. നോർമൽ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരാം. നല്ലൊരു KFC ചിക്കൻ്റെ എല്ലാം ഒരു മാരിനേഷനാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. മുട്ടയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് കുഴച്ച് ഒന്ന് പരത്തിയെടുക്കണം. ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി കട്ട് ചെയ്തെടുക്കാം. പരത്തിയെടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ 2 കാര്യം ഇവിടെ എടുത്ത് വെക്കണം. ഞാനിവിടെ വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പാലും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാലിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഈ വെളുത്ത എള്ളിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. വെളുത്തുള്ളിന് പകരം കറുത്തുള്ളെടുത്താലും മതിയാവും കേട്ടോ. കയ്യിലുള്ളത് എന്താണ് അതെടുക്കുക. ഇനിയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ബോൾസാണ് ഈ ഒരു അളവിൽ ആക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ കുഴച്ച അളവിൽ ഈ ഒരു 3 ബോൾസാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ പാലിൽ ഡിപ്പ് ചെയ്തതല്ലേ, അപ്പോൾ കുറച്ച് മൈദ ഇട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് വേണ്ടെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്താലും മതിയാവും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത പോലെ ഉള്ളിൽ ഫില്ലിങ് വെച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ മുഴുവനായും ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ ഇത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനിൽ ചെറിയൊരു പണിയും കൂടിയുണ്ട്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഈ ഒരു മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ മൈദൻ്റെ കൂടെ കുറച്ച് ഗാർലിക് പൗഡറും വളരെ കുറച്ച് ഉപ്പും വളരെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഇതിലാണ് നമ്മൾ ഈ ചിക്കൻ ഓരോന്നോരോന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഇതൊരു ക്രിസ്പി ചിക്കൻ്റെ മാരിനേഷനാണ്. ഒരു KFC ചിക്കനെല്ലാം പോലെയാണ് ഉണ്ടാവുക. കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ചിക്കൻ ഫ്രൈ വെച്ച് ഫില്ല് ചെയ്താലും മതിയാവും. പക്ഷെ കുറച്ചും കൂടി കാണാനൊരു വൃത്തി ഇതുപോലെ നമ്മളൊരു KFC ചിക്കനൊക്കെ ഫില്ല് ചെയ്ത് വെക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കന് മുഴുവനായും ഇതുപോലെ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഡബിൾ കോട്ടിങ് ചെയ്യണം. അപ്പോൾ ഞാൻ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മൈദയിൽ ഡിപ്പ് ചെയ്ത ഈ ഒരു ചിക്കന് തണുത്ത വെള്ളത്തിലൊന്ന് ഇട്ടുകൊടുത്ത് വീണ്ടും ആ മൈദയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസും ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. ചിക്കൻ ഇവിടെ മുഴുവനായും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നല്ലോണം ഓയിൽ ഒഴിച്ച് കൊടുക്കണം.
ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ, വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ പാം ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക. അപ്പോൾ നല്ലോണം ചിക്കന് മുങ്ങുന്ന വിധത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നീളത്തിലും ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നോർമലി ഭട്ടൂരി മറ്റേ പൂരിയൊക്കെ പൊരിക്കും പോലെ തന്നെ നന്നായി ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കളറ് കൂടുതലായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ വെളുത്ത എള്ളിടുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളർ ഉണ്ടാവുക. കറുത്ത എള്ളാകുമ്പോൾ ഇതുപോലെ ഫുൾ കറുത്ത് ഡോട്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഉള്ളതനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് മുഴുവനാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനകത്താണ് ഫില്ലിങ് കൊടുക്കുന്നത്. നിങ്ങൾ റൗണ്ടിലാണ് കട്ട് ചെയ്തിനെങ്കിൽ ഇതുപോലെയല്ല, ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് മയണൈസും അതുപോലെ തന്നെ ഞാൻ കുക്കുംബറും തക്കാളി ചിക്കനൊക്കെ ഇതിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ എന്തായാലും അവർ ഇഷ്ടപ്പെടും. എന്തായാലും കാണാനൊരു വെറൈറ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുക്കുംബറും തക്കാളിയും ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസിൻ്റെ ലീഫ് വെച്ച് കൊടുക്കാം. നിങ്ങളെ ഐഡിയ അനുസരിച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കെച്ചപ്പൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. ഒരുപാട് വീഡിയോസൊക്കെ ചാനലിലുണ്ട്, കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഒന്ന് സുറാസി വേൾഡിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.